Hello beautiful people, welcome to yet another video. കുറച്ച് നാളുകളായി വീഡിയോ ചെയ്തിട്ട് എല്ലാവരും നിരന്തരം മെസ്സേജ് ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. നല്ല ബിസിയാണ്, വർക്കിൽ നല്ല ബിസിയാണ്, സോറി. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ആക്ച്വലി നമ്മളെല്ലാവരും ഫാഷൻ വളരെയധികം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ മറക്കുന്ന, അതാ ചെയ്യാത്തൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. ഇത് മെൻസ് ഫാഷൻ എന്നല്ല, ലേഡീസ് ഫാഷൻ അല്ല, എല്ലാ ഫാഷനിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരാളായി മാറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താണ് ആ ഫാഷനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഒറ്റൊരു കാര്യമാണ്, പക്ഷെ അതിൽ വളരെയധികം കാര്യങ്ങളുണ്ട്. കാരണം അത് മുഖാന്തരം തന്നെ നിങ്ങളൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ളത് ഫീഡ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ആ കാര്യം? ഒക്കേഷണൽ ഡ്രസ്സിങ് ആണ്. ഒക്കേഷണൽ ഡ്രസ്സിങ് എന്ന് പറഞ്ഞ കാര്യം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തോന്നുമെങ്കിലും ഒരു ഫാഷൻ സെൻസ് എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ശരിക്കും അറിയാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ഫാഷൻ സെൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഒക്കേഷണൽ ഡ്രസ്സിങ്ങിലൂടെ അറിയാൻ സാധിക്കും. അധികം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ജീൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വെള്ള ഷർട്ട് ഉണ്ടാവും. ഇത് തന്നെ ആയിരിക്കും എല്ലായിടത്തും. ഒരു പാർട്ടിക്ക് പോകുമ്പോഴും, ഒരു കല്യാണത്തിന് പോകുമ്പോഴും, ഒരു മെഹന്തി ഫംഗ്ഷന് പോകുമ്പോഴും എല്ലാം ഇത് തന്നെ ഇരിക്കും. നമ്മളിടുന്ന ഈ ഒരു ജീൻസ് തന്നെ ആയിരിക്കും കിട്ടുന്നതാണ്. ഈവൻ റിസപ്ഷനിൽ പോകുമ്പോഴും ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇത് ബിഗ് നോയാണ്. നോ യുവർ ഒക്കേഷൻ. എന്താണ് ഒരു ഫംഗ്ഷന് അറിഞ്ഞ് വേണം നമ്മൾ ഡ്രസ്സ് ചെയ്യാൻ. അതാണ് ഒക്കേഷണൽ ഡ്രസ്സിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതായത് ഇപ്പം നമ്മൾ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറയും ആളറിഞ്ഞ് ചോറ് വിളമ്പുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഒക്കേഷൻ ഏതാണോ അതിന് ഉതകുന്ന, അതിന് യോജിക്കുന്ന ടൈപ്പിലുള്ള ഡ്രസ്സിങ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതേപോലത്തെ ഡ്രസ്സിങ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോണ ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസാണ്. ഓഫീസിൽ നിങ്ങൾ എങ്ങനെയുള്ള ഡ്രസ്സ് അയക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു എക്സാമ്പിൾ തന്നെ എടുത്ത് പറയാം. എൻ്റെ ഓഫീസിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട് ഒരു ഫ്ലവർ കൈൻഡ് ഓഫ്, ഒരു ചെറിയ ഫ്ലവർ പോയിട്ടുള്ള ഷർട്ട് ഇട്ട് വരുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ചെക്സ്, ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള ചെക്സ് ഇട്ട് വരുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബിഗ് നോയാണ്. അത് അധികം ആൾക്കാർക്ക് അറിയില്ല. ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസ് ഓഫ് റെസ്പെക്റ്റ് ആണ്. ഓക്കെ, ആ പ്ലേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് നടക്കുന്ന ഒരു പ്ലേസ് ആണ്, ഒരു ബിസിനസ് പ്ലേസിൻ്റെ ഒരു ബാക്ക് ഓഫീസാണ്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫങ്കി ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സ് നമ്മൾ ഒരിക്കലും ഇടാൻ പാടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എപ്പോഴും ഒരു ഓഫീസ് ഡ്രസ്സ് ചൂസ് ചെയ്യുമ്പോൾ ഒരു സോളിഡ് ആയിട്ടുള്ള കളറായിരിക്കണം എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതായത് സോളിഡ് ആയിട്ടുള്ള ഏത് കളർ ഇട്ടാലും കുഴപ്പമില്ല, ബട്ട് അവോയ്ഡ് ദിസ് ഫ്ലവറി ആൻഡ് ചെക്സ് ഷർട്ട്സ് ആൻഡ് ഓൾ. അതേപോലെ ഒരു കാരണവശാലും ഒരു സാറ്റർഡേയോ അതോ ഒരു ഓഫീസിൽ അനുവദനീയമായ ഒരു ദിവസം കാഷ്വൽ ഡ്രസ്സ് ഇടാറുണ്ട്. അതല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം ഇങ്ങനെയുള്ള ഡ്രസ്സ് നമ്മൾ ഒരു കാരണവശാലും ഇടാൻ പാടില്ല. അതേപോലെ ഷൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫീസ് ഡ്രസ്സിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വൽ ഷൂസ് ഇട്ടിട്ട് ഓഫീസിൽ വരും, അതും ടക്ക് ചെയ്യാണ്ട് വരും, ഇന്നാക്കി വരിക. ഓഫീസ് എന്ന് പറയുന്ന ആ പ്ലേസിന് നമ്മുടെ ഒരു അരിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു റെസ്പെക്ട് കൊടുക്കുക, ഇന്നാക്കുക, ടക്ക് ചെയ്യുക, മാന്യമായ ഒരു ലെതർ ഷൂസ് ധരിക്കുക. അത് നെവർ ഗോ ഫോർ ദിസ് സ്നീക്കർ ആൻഡ് ഓൾ. അപ്പോൾ ഓഫീസ് ഡ്രസ്സിങ്ങിൽ എപ്പോഴും സോളിഡ് ആയിട്ടുള്ള ഷർട്ട് ധരിക്കുക. അതേപോലെ ഷൂസ് മസ്റ്റ് ഒരു ലെതർ ഷൂസ് തന്നെ ആയിരിക്കണം എപ്പോഴും നിങ്ങൾ ധരിക്കേണ്ടത്. ഇതാണ് എൻ്റെ നമ്പർ 1 പ്ലേസ്. ഇനി രണ്ടാമത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഈവനിങ് ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് വിചാരിക്കും. പുറത്തേക്ക് ഈവനിങ് ഒരു ഔട്ടിങ്, ഒരു ലേറ്റ് നൈറ്റ് ഔട്ടിങ്, ജസ്റ്റ് കാർ എടുത്ത് സ്കൂട്ടർ എടുത്ത് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകണം, അല്ലെങ്കിൽ ഒരു പിക്ചറിന് പോകണേ, ഒരു മാളിൽ ജസ്റ്റ് ഒരു വിസിറ്റിന് പോകണമെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ധരിക്കാൻ പോകണം? അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ പഴയ നമ്മുടെ ആ ജീൻസ് തന്നെ ആയിരിക്കും എടുത്തുകൊണ്ട് നോ. ഇങ്ങനെയുള്ള ഒക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലാക്സ്ഡ് വെയറാണ്. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു സംഭവം കൊണ്ടുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോഴും ഈ പറഞ്ഞ ഈ ഓഫീസ് ഡ്രസ്സ് പോലെ, അതായത് സോളിഡ് ഡ്രസ്സ് ഇട്ട് ടക്ക് ചെയ്ത് ഇന്നാക്കി ഷൂസൊക്കെ ഇട്ട് പോകേണ്ട കാര്യങ്ങൾ. കാരണം ഇത് നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഒക്കേഷൻ ചിലവാക്കാൻ വേണ്ടി പോകണ ഒരു സമയമാണ്. ഈ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ ഇടാൻ പോകണം? ഈ ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇടാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോഗേഴ്സാണ്. ജോഗേഴ്സ് തന്നെ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആണ്. ഞാൻ ഇതിനു മുമ്പുള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞ ട്രാക്ക് പാൻറ് ആൻഡ് ജോഗേഴ്സ്, അതേപോലെ ഹുഡീസ്, ഇതൊക്കെ ഇടുക. ഒരു സെയിം ഹുഡീസ് ആൻഡ് ജോഗേഴ്സ് പാൻറ് സെയിം കളർ വരുന്ന സംഭവങ്ങൾ ഇടുക.
നല്ല ഒരു സ്റ്റൈലും ലുക്കും തന്നെ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു കാർഗോ പാൻസ് ഇടുക, ഒരു ടീഷർട്ട് ഇടുക, ഇതൊക്കെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ ഷൂസ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു സ്നീക്കേഴ്സ് ഒക്കെ ധരിക്കാം. പക്ഷെ ഒരു എന്ത് ധരിച്ചാലും അല്ല, ഒരു എസ്പാഡൽ ധരിക്കുക, ഒരു റിലാക്സ്ഡ് വെയർ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും നിങ്ങൾ ഇവിടെ ധരിക്കേണ്ടത്. അപ്പോൾ ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഒരു മാരേജ് ഫംഗ്ഷൻ. ഒരു മാരേജ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാരേജ് ഫംഗ്ഷൻ പല ടൈപ്പ് ഉണ്ട്. റിസപ്ഷൻ ഉണ്ട്, മെയിൻ ആയിട്ടുള്ള മാരേജ് ഉണ്ട്, അതേപോലെ തലേന്ന് മെഹന്തി ഉണ്ട്. അപ്പോൾ ഒരു 3 ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ ഈ 3 ഫംഗ്ഷനും നിങ്ങൾ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം തലേന്നത്തെ ഫംഗ്ഷൻ എടുക്കാം. തലേന്നത്തെ ഫംഗ്ഷൻ ആദ്യം ഒരു മെഹന്തി ആയിരിക്കും, ഒരു നല്ല ഹിന്ദി പാട്ടൊക്കെ വെച്ച് ആ ഒരു സ്റ്റൈലായിരിക്കും. ഒപ്പന, ഇപ്പം മുസ്ലിംസിനെ സംബന്ധിച്ച് ഒപ്പന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു സംഭവത്തിലും ഈ പറഞ്ഞ നമ്മൾ പാൻറ് ഷർട്ടോട്ട് ഇന്നാക്കി പോണ ഒരു പരിപാടിയാണുള്ളത്. അവോയ്ഡ് ചെയ്യുക, ഇത് അവോയ്ഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു വ്യത്യസ്തരായ ഒരു ലുക്ക് നിങ്ങൾക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കുർത്ത പൈജാമ ധരിക്കുക എന്നുള്ളതാണ്. കുർത്ത പൈജാമ ബെസ്റ്റ് ആയിരിക്കും. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അത് ഒക്കേഷൻ ഡ്രസ്സിങ്ങിലെ ഒരു രണ്ടാമത്തെ ഒരു ഫേസ് ആണ് മാരേജ് ഫംഗ്ഷൻ. മാരേജ് ഫംഗ്ഷന് നിങ്ങൾ ഏത് ഡ്രസ്സ്, മാരേജ് ഫംഗ്ഷനിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ പാൻറ്റും ഷർട്ടും ഒക്കെ ഇൻ ചെയ്ത് ടക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് യുവർ ക്ലോസ് റിലേറ്റീവ്, ഒരു ക്ലോസ് റിലേറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഒരു ഷെർവാനിയോ ഒരു ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സോ അതോ ഒരു സൂട്ടോ ബ്ലേസേഴ്സ് ഒക്കെ ഇടാവുന്നതാണ്. പക്ഷേ ഇവിടെ പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഓവർ ചെക്ക്, ഒരു ഫ്ലോറൽ ഷർട്ടൊന്നും നിങ്ങൾ ഇടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള ഡ്രസ്സിൽ ഒരു എപ്പോഴും സോളിഡ് തന്നെ ആയിരിക്കും ലുക്ക്. നല്ല രീതിയിൽ ടക്ക് ചെയ്ത് ഒരു ലെതർ ഷൂസ് മസ്റ്റായിട്ട് ധരിക്കുക. ഇനി മാരേജ് ഫംഗ്ഷൻ്റെ റിസപ്ഷനിൽ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു ബ്ലേസറോ കൈൻഡ് ഓഫ് ഡ്രസ്സോ അതോ ഒരു ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എപ്പോഴും ഏത് ഡ്രസ്സുമ്പോഴും നിങ്ങളുടെ ഷൂസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും ആദ്യം ആൾക്കാർ നോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഷൂസ്. അധികം ആൾക്കാരും ഒരു ഷൂസ് ഉണ്ടെങ്കിൽ ആ ഷൂസ് തന്നെ ആയിരിക്കും എല്ലാ ഫംഗ്ഷനിലും ഇടുന്നത്. പക്ഷേ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷൂസ് ധരിക്കാം. ആ ഡ്രസ്സിനോട് അനുയോജ്യമായ ആ ഡ്രസ്സിന് യോജിക്കുന്ന ഷൂസ് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. ഒക്കേഷൻ ഡ്രസ്സിലെങ്കിൽ ഇനി എനിക്ക് അടുത്ത് പറയാനുള്ള പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് കോളേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചോളം എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടാം. ഞാനീ പറഞ്ഞ മാതിരി നമുക്ക് ഒരു ചെക്ക് ഇടാൻ പാടില്ല, ഒരു ഫ്ലോറൽ ഇടാൻ പാടില്ല എന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. പക്ഷേ ഇഫ് യു ആർ മോർ ഇൻ ടു ഫാഷൻ, നിങ്ങളൊരു ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ അവിടെയും നിങ്ങൾ ചൂസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെയും ഒക്കേഷൻ അനുസരിച്ച് വേണം ഡ്രസ്സ് ഇടാൻ. ഡെയിലി പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീഷർട്ടോ ഷർട്ടോ എന്ത് വേണമെങ്കിലും ഇടാം. ഈ പറഞ്ഞ ചെക്ക് ഷർട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. പക്ഷേ ഫ്ലോറൽ ഷർട്ടൊക്കെ നിങ്ങൾ അവിടെ യൂസ് ചെയ്യണമെങ്കിൽ ദർ മസ്റ്റ് ബി എനി ഒക്കേഷൻ, ഒരു ഒക്കേഷൻ ഉണ്ടായിരിക്കണം. ആ ഒക്കേഷൻ അനുസരിച്ച് വേണം അവിടെ നിങ്ങൾ ഡ്രസ്സ് ചൂസ് ചെയ്യാൻ. ഇതൊരു ഗെയിമാണ്. അതായത് നമ്മുടെ ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ള, നല്ല രീതിയിൽ ചൂസ് ചെയ്യാന്നുള്ളത് ഒരു ഡ്രീം തന്നെയാണ്. ഇതിലും ഒരു ഫാഷൻ വളരെ അടങ്ങിയിട്ടുണ്ട്. കാരണം കറക്റ്റായിട്ടുള്ള ഡ്രസ്സ് കറക്റ്റ് ഒക്കേഷന് ചൂസ് ചെയ്താൽ മാത്രമേ അവിടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു സ്റ്റൈലും ലുക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുള്ളൂ. അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനാണെങ്കിൽ എന്ത് വേണമെങ്കിൽ ധരിക്കാം. പക്ഷേ അവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ നോക്കിയും സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒക്കേഷണൽ ഡ്രസ്സിങ് ആണ് ഒരു ഫാഷൻ അറിയാവുന്ന, ഒരു ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്പർ 1 ടിപ്പാണ് ഒക്കേഷണൽ ഡ്രസ്സിങ്. ഈ ഒക്കേഷൻസ് അറിഞ്ഞ് പ്രവർത്തിച്ച് അതേപോലെ തന്നെ ഉള്ള നല്ല ഡ്രസ്സുകൾ ഇട്ടാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റൈലും ലുക്കും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ ഒക്കേഷൻ ഡ്രസ്സിങ് വളരെയധികം സൂക്ഷിക്കുക. വളരെയധികം നമ്മൾ ഒക്കേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഡ്രസ്സ് ഇടേണ്ടത്. അപ്പോൾ ഇനിയും വീണ്ടും മെൻസ് ഫാഷൻ സ്റ്റൈലും അടങ്ങുന്ന പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതാണ്. സ്റ്റേ സ്റ്റൈൽഡ്.